പിന്നെ നമ്മൾ കാണുന്നത് ഇപ്പോൾ ക്യാമ്പസുകളിൽ ഇപ്പോൾ ഒരു യൂണിയൻ പരിപാടി, ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴും പിന്നെ ഇപ്പോഴും ഒക്കെ അങ്ങനെ തന്നെയാണ്, എല്ലാ കാലത്തും അങ്ങനെയാണ്. യൂണിയൻ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അവൻ അതിൻ്റെ കുണ്ടുകുഴിച്ച് അതിൽ പിന്നെ കമ്പിപ്പാര കൊണ്ട് അത്രമേലൊരു ഏറ്റവും ശക്തിയുള്ള നല്ല ഈ പ്രത്യേകിച്ച് കുന്നിൻ മുകളിലൊക്കെ ആയിരിക്കും കോളേജുകൾ. അപ്പോൾ അവിടെയൊക്കെ ഫുൾ പരിപ്പുകളെയും ഈ കല്ലുകളായിരിക്കും. അത് കുത്തി അതിലൊരു മുളയൊക്കെ ഇട്ട് തോരണങ്ങൾ കെട്ടി ആ രാത്രി മുഴുവനായിട്ട് സമയമെടുത്ത് സഖാക്കളെല്ലാം ഒരുമിച്ച് നിന്ന് തോരണം കെട്ടി അന്ന് രാത്രി ഉണ്ടാക്കുന്ന കഞ്ഞി, പൈസ ഉണ്ടാവില്ല, ഭക്ഷണമൊന്നും വാങ്ങാൻ പൈസ ഉണ്ടാവില്ല, അപ്പോൾ കഞ്ഞിയാണ് ഉണ്ടാക്കുക. കഞ്ഞി അല്ലെങ്കിൽ അടുത്ത എവിടെയെങ്കിലും വീടുകളിൽ ഈ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് ബാക്കി കിട്ടുന്ന ഭക്ഷണം ഉണ്ടാവും. അതൊക്കെ കഴിച്ച് അതിന്മേലുണ്ടാവുന്നൊരു തമ്മിലുള്ളൊരു കമ്പറാഡറി ഉണ്ട്, നമ്മൾ തമ്മിലുള്ളൊരു സഖാക്കൾ തമ്മിലുള്ളൊരു സഖാത്വമുണ്ട്. അപ്പോൾ ആ നിലയിൽ നിന്ന് ഉയർന്നു വന്നിട്ടില്ല. എന്നിട്ട് ആ നിലയിൽ തന്നെ ഇപ്പോൾ ഇന്നലെ നമ്മളിട്ട ഷർട്ടായിരിക്കും അടുത്ത ദിവസം മറ്റൊരു സഖാവ് ഇട്ടുണ്ടാവുക, അയാളുടെ ഷർട്ടായിരിക്കും നമ്മളിട്ടുണ്ടാവുക. എന്നിട്ട് അതുമായിട്ട് നമ്മൾ ഉറങ്ങാതെ നേരെ പോയിട്ട് ഇത് പരിപാടിയിലേക്ക് പോകും. പരിപാടി പോയാലും നമുക്ക് പരിപാടി പങ്കെടുക്കാൻ പറ്റും? ഇല്ല, പരിപാടി പങ്കെടുക്കാനൊന്നും കഴിയില്ല. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി വിദ്യാർത്ഥികളുടെ എല്ലാ കാര്യങ്ങളും ഈ ഒരു യൂണിയൻ ഏൽപ്പിച്ച തുച്ഛമായിട്ടുള്ള തുകയാണ്. ഇപ്പോൾ സംസ്ഥാനത്തെ ഏത് ഗവൺമെൻറ് കോളേജും എയ്ഡഡ് കോളേജും നോക്കിയാൽ തുച്ഛമായ തുകയിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. ആ തുകയിൽ നിന്ന് വിദ്യാർത്ഥികൾ തന്നെ വീടുകൾ കയറിയൊക്കെ പണം കണ്ടെത്തിയൊക്കെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരാളോട് സംസാരിക്കാൻ പറ്റില്ല.